ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എജ്യൂപോഡ്. മക്കളെ, നമ്മൾ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ ഓൾറെഡി എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ലൈവ് ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അടുത്ത റൗണ്ട് ലൈവ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഇനി മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ നിർബന്ധമായും ഫോക്കസ് ചെയ്യേണ്ട ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഈ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒരു കാരണവശാലും ആ ക്വസ്റ്റ്യൻസ് പഠിക്കാതെ അല്ലെങ്കിൽ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പഠിക്കാതെ എക്സാമിന് പോകാൻ പാടില്ല. അത്ര ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സീരീസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോടാ? യെസ്, നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ഏതാ? ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി ആണല്ലേ. ഇതിൽ നമ്മൾ ആദ്യം തന്നെ എടുക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്ക്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആ. റൗണ്ട് ഓഫ് 0.0525. ഇതിനെ നമുക്ക് റൗണ്ട് ചെയ്യണം. എങ്ങനെ റൗണ്ട് ചെയ്യേണ്ടത്? വിത്ത് 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വരുന്ന രൂപത്തിൽ ഇതിനെ റൗണ്ട് ചെയ്യുക എന്നുള്ളതാ. നോക്കാം, നമുക്ക് സിമ്പിൾ പരിപാടിയാണ്. നമുക്കിവിടെ എഴുതാം 0.0525. അപ്പൊ ആദ്യത്തെ 0 സിഗ്നിഫിക്കന്റ് ആണോ? അല്ല. അപ്പൊ അതെവിടെ എഴുതിയാലും അത് സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിട്ട് വരുന്നില്ല. അപ്പൊ അടുത്തതിലേക്ക് പോവാം. 0.0. ആ 0 സിഗ്നിഫിക്കന്റ് ആണോ? അല്ല. ആദ്യത്തെ നോൺ സീറോന്റെ മുന്നേ വരുന്ന ഒരു സീറോയും സിഗ്നിഫിക്കന്റ് അല്ല. അപ്പൊ അടുത്തതിലേക്ക് പോവാം. 5. ഇപ്പൊ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയടാ? ഇപ്പൊ നമുക്ക് ഒരു സിഗ്നിഫിക്കന്റ് ഫിഗർ ആയി. ഇനി ഒന്നും കൂടെ പറ്റുള്ളൂ അല്ലെ? അപ്പൊ എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്താ? ഈ 25നെ നമുക്ക് റൗണ്ട് ചെയ്യണം എന്ന് പറഞ്ഞാല് ഞാൻ 2 അവിടെ എഴുതുകയാണ്. 2 കഴിഞ്ഞ് വരുന്ന ലെറ്റർ ഏതാ? 5. 5നെ റൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? അതിന്റെ തൊട്ട് മുന്നേ ഉള്ള ഡിജിറ്റ് ഓഡ് ആണോ ഈവൺ ആണോ എന്ന് നോക്കണം. ഇത് ഈവൺ അല്ലേ? ഈവൺ ആണ്, അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഓഡ് ആയിരുന്നെങ്കിലോ ഇതിനെ നിങ്ങൾ ഈവൺ ആക്കി മാറ്റണം. അത്രയേ ഉള്ളൂ. ഇവിടെ ഈവൺ ആയതുകൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ആ 2 അതേപോലെ അവിടെ എഴുതിയാൽ ഇതാണ് 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വരുന്ന രൂപത്തിൽ ഇതിനെ റൗണ്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 0.052. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, വിച്ച് എമംഗ് ദ ഫോളോയിങ് മെഷർമെന്റ് കണ്ടെയ്ൻസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്? ഇതിൽ എവിടെയാണ് ഹയസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉള്ളത്? ആദ്യത്തത് നോക്കാം. അതിൽ ഈ 10⁻² എന്ന് വരുന്ന പാർട്ട് സിഗ്നിഫിക്കന്റ് ഫിഗർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത് ഇല്ല, നമുക്കറിയാം. ഇനി നോക്ക് നിങ്ങൾ, ആദ്യത്തതിൽ 4 എണ്ണം ഉണ്ട്, രണ്ടാമത്തതിൽ 3 എണ്ണമാണുള്ളത്, മൂന്നാമത്തതിൽ 2 എണ്ണമാണ്, നാലാമത്തതിൽ 1 ആണ്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കന്റ് ഫിഗർ ഉള്ളത് ഓപ്ഷൻ എയിലാണ്. അവിടെ 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട് അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻ ടു എലമെന്റ്, കോമ്പൗണ്ട്, ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ് മിക്സർ. എയർ എന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് മിക്സറിന്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ്. ഗോൾഡ് എന്ന് പറയുന്നത് മക്കളെ നിങ്ങൾക്ക് അറിയാം, അതൊരു എലമെന്റ് ആണ്. മഡി വാട്ടർ നിങ്ങൾക്ക് അറിയുന്നതാണ്, അതൊരു ഹെറ്ററോജീനിയസ് മിക്സറിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇതിന്റെ കൂടെ നോക്കൂ നിങ്ങൾ, വാട്ടർ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടായിരുന്നെങ്കിൽ അവരെയൊക്കെ നമുക്ക് എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? കോമ്പൗണ്ട് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ എലമെന്റ്, കോമ്പൗണ്ട്, ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ് മിക്സർ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതാണ്. ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അടുത്തത്, സ്റ്റേറ്റ് ആൻഡ് ഇല്ലസ്ട്രേറ്റ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. എന്താണ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത്? അത് പ്രൊപ്പോസ് ചെയ്തത് ജോൺ ഡാൾട്ടൺ ആണ്. എന്താ പറയുന്നത്? If 2 elements can combine to form more than one compound, then mass of one element that combined with the fixed mass of other element are in the ratios of small whole numbers എന്നുള്ളതാ. എന്ന് പറഞ്ഞാല് NCERT കൊടുത്ത എക്സാമ്പിൾ എന്താടാ? 2 എലമെന്റുകൾ, NCERT കാർബൺ അല്ല, NCERT ഹൈഡ്രജനും ഓക്സിജനും ആണ്. 2 എലമെന്റുകൾ കമ്പൈൻ ചെയ്ത് ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഉണ്ടാവോ? ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നാൽ ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ടുകൾ ഉണ്ടാവും. അവിടെ നമുക്ക് വാട്ടർ കിട്ടും, അവിടെ നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ ഫിക്സ്ഡ് മാസ് ഉള്ള എലമെന്റുമായി കമ്പൈൻ ചെയ്ത എലമെന്റ് ഓക്സിജൻ ആണ്. അതിന്റെ മാസുകൾ തമ്മിലുള്ള റേഷ്യോ സ്മോൾ വോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 16:32 ആയിരിക്കും. ദാറ്റ് ഈസ് 1:2 ആയിരിക്കും നമുക്ക് പറയാം.
സിമ്പിൾ. ഇനി അടുത്തത് സ്റ്റേറ്റ് ആൻഡ് ഇല്ലസ്ട്രേറ്റ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെന്റ്സ് ബൈ വെയിറ്റ് എന്ന് പറയുന്നതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അത് ആരാ പ്രപ്പോസ് ചെയ്തത്? ജോസഫ് പ്രോസ്റ്റ് അല്ലേ. അതിൽ നമുക്ക് വാട്ടർ എടുക്കാം. വാട്ടറിൽ എലമെന്റ് ഹൈഡ്രജനും ഓക്സിജനും ആണ്. അവരുടെ മാസിന്റെ റേഷ്യോ എന്താണ്? അത് 2:8 2:16 ആണ്, അഥവാ 1:8 ആണ് എന്ന് പറയാം അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താലും ഏത് ചെറിയ മോളിക്യൂൾ എടുത്താലും അതിന്റെ വെയിറ്റിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ഫിക്സഡ് ആയിരിക്കും, അത് ഡെഫിനിറ്റ് ആയിരിക്കും, ഓൾവേസ് സെയിം ആയിരിക്കും നമുക്ക് പറയാൻ പറ്റും. സിമ്പിൾ. അടുത്തത് 1 gram atom of an element contain Avogadro number of atoms. ശരി. Find the number of oxygen atom in 4 gram of O2. എങ്ങനെയാടാ നമ്പർ ഓഫ് ആറ്റംസ് കാണുക? ആദ്യം നമ്പർ ഓഫ് മോൾസ് കാണണം അല്ലേ. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാണുക? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്. ഗിവൺ മാസ് എത്രയാ? 4 ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ് O2 എന്ന് പറയുമ്പോൾ 32. അതിന് അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6.022 into 10⁻23 ചെയ്താൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടും. നമ്മളോട് ചോദിച്ച നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ല, നമ്പർ ഓഫ് ആറ്റംസ്. അപ്പൊ അതിന് അറ്റോമിസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു O2 എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 2. അപ്പൊ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണോ കിട്ടുന്നത്, ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ 4 gram of O2 മോളിക്യൂൾ. ഓക്കെ. അടുത്തത് വിച്ച് ഈസ് ഹെവിയർ. എന്താടാ? ഒരു ഓക്സിജൻ ആറ്റം എന്ന് പറഞ്ഞാൽ 16U ആണ്. 10 ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാൽ 10 × 1U എന്ന് പറഞ്ഞാൽ 10U ആണ്. ഏതാ ഹെവിയർ? ഒരു സംശയവുമില്ല. 1 ഓക്സിജൻ ആറ്റം ഈസ് ഹെവിയർ ദാൻ 10 ഹൈഡ്രജൻ ആറ്റംസ്. സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും, അതിന്റെ മാസ് നോക്കിയാൽ മതി. അടുത്തത് നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് പ്രസന്റ് ഇൻ 5 mole ഓഫ് ഗ്ലൂക്കോസ്. 5 മോൾ ഗ്ലൂക്കോസിൽ എത്ര ഓക്സിജൻ ആറ്റങ്ങൾ ഉണ്ട്? അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓൾറെഡി 5 എന്ന് തന്നു. അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ 6.022 into 10⁻23 അല്ലടാ. അല്ലെങ്കിൽ അതിന്റെ സ്ഥാനത്ത് Na എന്ന് കൊടുത്താലും മതി. ഇൻറ്റു എന്താ? അറ്റോമിസിറ്റി. ടോട്ടൽ ആറ്റങ്ങൾ അല്ല ചോദിച്ചത്, ഓക്സിജൻ ആറ്റങ്ങളാ ചോദിച്ചത്. അപ്പോ ഗ്ലൂക്കോസിൽ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 6. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 30 into 6.022 into 10⁻23 അഥവാ 30 Na എന്ന് സിമ്പിൾ ആയിട്ട് എഴുതാം അല്ലേ. സിമ്പിൾ ആണ്. അടുത്തത് ഫൈൻഡ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് വിത്ത് മോളാർ മാസ് 78. നമുക്കറിയുന്നതാണ്. എങ്ങനെയാടാ മോളിക്കുലാർ ഫോർമുല കാണുക? N into എംപിരിക്കൽ ഫോർമുല. എംപിരിക്കൽ ഫോർമുല CH ആണ് തന്നിട്ടുണ്ട്. N എങ്ങനെയാ കാണുക? N എന്ന് പറഞ്ഞാൽ മൊളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. മൊളാർ മാസ് 78 ആണ്, എംപിരിക്കൽ ഫോർമുല CH അല്ലേ. അപ്പൊ അതിന്റെ മാസ് 12 + 1 = 13. സോ 78 ഡിവൈഡ് ബൈ 13 = 6 ആണ്. സോ മോളിക്കുലാർ ഫോർമുല എങ്ങനെയാ കാണുക? മോളിക്കുലാർ ഫോർമുല എംപിരിക്കൽ ഫോർമുല CH ആണ്, ഇൻറ്റു N അല്ലേ, ഇൻറ്റു 6 ചെയ്താൽ C6H6 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ദ ഗിവൺ മോളിക്യൂൾ ഈസ് ബെൻസീൻ എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും അല്ലടാ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഞാൻ പെട്ടെന്ന് പറയുന്നുണ്ട് കാരണം നിങ്ങൾക്ക് അറിയുന്നതാ ഇതൊക്കെ. അടുത്തത് എ കോമ്പൗണ്ട് കണ്ടെയ്നിങ് 4.07% hydrogen and 24.27% carbon and 71.68 chlorine. Its molar mass 98.96 ആണ്. What is the empirical formula and molecular formula? എങ്ങനെയാടാ കാണുക? ആദ്യം എംപിരിക്കൽ ഫോർമുല കാണണം. എംപിരിക്കൽ ഫോർമുല കാണാൻ ആദ്യം എലിമെന്റ് എടുക്കണം. എടുത്തു. ഹൈഡ്രജൻ ഉണ്ട്, കാർബൺ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, പിന്നെന്താ? അവരുടെ പെർസെന്റേജ് നോക്കാം നമുക്ക്. ഹൈഡ്രജൻ എത്ര പെർസെന്റേജ് ആടാ? ഹൈഡ്രജന് 4.07%. കാർബൺ എത്ര പെർസെന്റേജാ? 24.27%. ക്ലോറിൻ എത്ര പെർസെന്റേജാ? 71.65%. ഇനി എന്താടാ? അവരുടെ ഗ്രാം അറ്റോമിക് മാസ് കാണണം അല്ലേ. ഹൈഡ്രജൻ 1 ആണ്, കാർബൺ 12 ആണ്, ക്ലോറിൻ എത്രയാണ്? 35.5 ആണ്. ഇങ്ങനെയല്ലടാ നമുക്ക് കിട്ടുക. ഇനി അടുത്തത് എന്താ? പെർസെന്റേജ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്. പെർസെന്റേജ് എത്രയാ? 4.07 ഡിവൈഡ് ബൈ അറ്റോമിക് മാസ് 1. ദാറ്റ് മീൻസ് 4.01 അല്ല 07 കേട്ടോ. അടുത്തത് 24.27 ഡിവൈഡഡ് ബൈ 12 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.02 വരാം. അടുത്തത് 71.65 ഡിവൈഡഡ് ബൈ 35.5 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഓൾസോ ഈക്വൽ ടു 2.02 അല്ലെങ്കിൽ 2.01 വരാം. ഓക്കെ, നിങ്ങൾ ചെയ്തു നോക്കുക, നോക്കി എഴുതണ്ട, ചെയ്തു നോക്കുക. ഇനി എന്താടാ? അപ്പൊ നമ്മൾ പെർസെന്റേജ് അറ്റോമിക് മാസ് ചെയ്തപ്പോൾ ഇത് കിട്ടി. ഇനി എന്താ കാണേണ്ടത് നമുക്ക്?
നമുക്ക് സിമ്പിൾ റേഷ്യോ കാണണം അല്ലെ. എങ്ങനെയാ സിമ്പിൾ റേഷ്യോ കാണാം? ഇതിലേതാ ചെറിയ വാല്യൂ? 2.01 അല്ലേ, അതുകൊണ്ട് കോമൺ ആയി ഡിവൈഡ് ചെയ്യുക. അപ്പൊ 4.07 ഡിവൈഡ് ബൈ 2.01, 02 കിട്ടുന്നെങ്കിൽ അതുകൊണ്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നിയർലി 2 കിട്ടും. ഇവിടെ എന്താ 2.02 ഡിവൈഡഡ് ബൈ 2.01 ആണ് കിട്ടുന്നതെങ്കിൽ നിയർലി 2 കിട്ടും. ഇവിടെ 2.01 ഡിവൈഡ് ബൈ 2.01 ചെയ്ത് കഴിഞ്ഞാൽ സോറി മുകളിൽ 1 ആട്ടോ കിട്ടുക, താഴെയും 1 കിട്ടും. ഓക്കെ, ഇപ്പൊ തന്നെ നമുക്ക് കിട്ടിയ എന്താ? സിമ്പിൾ വോൾ നമ്പർ റേഷ്യോ ആണ്. അപ്പൊ അടുത്തത് സിമ്പിൾ വോൾ നമ്പർ റേഷ്യോ. ഓക്കെ, ചെയ്തത് ശരിയല്ലേ എന്ന് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം കേട്ടോ. ഇത് വാല്യൂവിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇവിടെ 2.01 ആണോ 0.02 ആണോ സംശയമുണ്ട്. അപ്പൊ നിങ്ങൾ ഏതാ കിട്ടുന്നത് നോക്കുക. 01 ആണെങ്കിലും 02 ആണെങ്കിലും ഈ കിട്ടുന്ന സിമ്പിൾ റേഷ്യോയിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ ഇതിങ്ങനെ നോക്കി എഴുതാൻ നിൽക്കണ്ട. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ മാത്രം വായിച്ച് ആൻസർ കാണുക, എന്നിട്ട് ശരിയല്ലേ എന്ന് മാത്രം ക്രോസ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ 211 ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് എംപിരിക്കൽ ഫോർമുല കിട്ടി. എത്രയാടാ? ഹൈഡ്രജൻ എത്രയാ ഉള്ളത്? 2 ആ ഉള്ളത് അല്ലെ. കാർബൺ എത്രയാ ഉള്ളത്? 1, ഹൈഡ്രജൻ 2, ക്ലോറിൻ 1. ഇതാണ് അതിന്റെ എംപിരിക്കൽ ഫോർമുല. ഇനി മോളിക്കുലാർ ഫോർമുല കാണാൻ എന്ന് കാണണം. എന്നെങ്ങനെ കിട്ടുക? എംപിരിക്കൽ മോളിക്കുലാർ മാസ് എത്രയാ? 98.96. ഇനി ഇതിന്റെ എംപിരിക്കൽ ഫോർമുല മാസ് എത്രയാ? കാർബൺ 12 പ്ലസ് 2 പ്ലസ് 35.5 ചെയ്ത് കഴിഞ്ഞാൽ 49.5 വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു നിയർലി 2. അപ്പൊ നമ്മുടെ മോളിക്കുലാർ ഫോർമുല എന്താ വരിക? മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു CH2Cl into 2. That means C2H4Cl2. This is the മോളിക്കുലാർ ഫോർമുല. ഓക്കെ, ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. എംപിരിക്കൽ ഫോർമുല എന്താ, മോളിക്കുലാർ ഫോർമുല എന്താ, തമ്മിലുള്ള റിലേഷൻ എന്താ, അതേപോലെ ഇങ്ങനെയുള്ള പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. അത് നിർബന്ധമായും പഠിച്ചു തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാം ഹാളിലേക്ക് പോവുക. അടുത്ത എന്താടാ? അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് SO3 produced if 500 gram of SO2 react with 200 gram of O2 according to the equation. ലിമിറ്റിംഗ് റിയേജന്റും കാണണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുക. അത് ഓൾറെഡി തന്നിട്ടുണ്ട്. 2SO2 പ്ലസ് O2 gives 2SO3. ഇതാണ് SO3. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. ഓക്കെ, ഇത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അല്ലേ നോക്കുക? ആണ്. ഇതൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ പ്രകാരമുള്ള മാസ് എഴുതുക. എന്താടാ? സൾഫർ എന്ന് പറഞ്ഞാൽ 32. O2 എത്രയാ? 32. അപ്പൊ 64 into 2 എന്ന് പറഞ്ഞാൽ 128 gram. O2 എന്ന് പറഞ്ഞാൽ 32 gram. SO3 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 80 ആണ്. അപ്പോൾ എന്താണ്? 160 gram. ഇതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ പ്രകാരമുള്ള SO2ഉം SO3ഉം O2 ഒക്കെ. ഇനി എന്താ ക്വസ്റ്റ്യനിൽ തന്നത്? 128 ഗ്രാം ആണോ? അല്ല, ക്വസ്റ്റ്യനിൽ തന്നത് 500 ഗ്രാം SO2 O2വുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 500 ഗ്രാം SO2ന് റിയാക്ട് ചെയ്യാൻ എത്ര O2 വേണം നോക്കുക. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 500 into 32 ഡിവൈഡഡ് ബൈ 128 ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 125 ഗ്രാം O2 വേണമെന്നാ. പക്ഷെ ക്വസ്റ്റ്യനിൽ 128 ആണോ? അല്ല, 200 ഗ്രാം ഉണ്ട്. അപ്പൊ 200 ഗ്രാം തന്നിട്ടുണ്ട്, 125 ഗ്രാമേ ആവശ്യമുള്ളൂ. അപ്പൊ ഓക്സിജൻ എന്ത് കമ്പോണന്റ് ആണ്? എക്സസ് റിയേജന്റ് ആണ്. അപ്പൊ തന്നിരിക്കുന്നതിൽ O2 എന്ന് പറയുന്നത് എന്താണ്? എക്സസ് റിയേജന്റ് ആണ്. അപ്പൊ ആരാ ലിമിറ്റിംഗ് റിയേജന്റ്? ആവശ്യത്തിനുള്ളത് അല്ലെങ്കിൽ ആദ്യം ഉപയോഗിച്ച് തീർന്നു പോകുന്നത് SO2 ആണ്. SO2 ഇസ് ദ ലിമിറ്റിംഗ് റിയേജന്റ്. എടാ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ എത്ര SO3 ഉണ്ടാവുക? വെരി സിമ്പിൾ. 500 ഗ്രാം SO2 ആരുമായിട്ടാ റിയാക്ട് ചെയ്യുന്നത്? 200 ഗ്രാം O2 ഉണ്ടെങ്കിലും 125 ഗ്രാം O2വുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ 625 ഗ്രാം SO3 ആണ് അവിടെ ഉണ്ടാവുക. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ലിമിറ്റിംഗ് റിയേജന്റ് SO2 ആണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സിമ്പിൾ. ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടതാ. അടുത്തത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി. നമുക്കറിയാം, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണ് മൊളാരിറ്റി. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെന്റ് ആണ് മൊളാലിറ്റി. അതിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത് മൊളാരിറ്റി ആണ് എന്നറിയണം. ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത് മൊളാരിറ്റി ആണ്, അറിയേണ്ടതാണ്. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ഓക്സാലിക് ആസിഡ് ഡൈഹൈഡ്രേറ്റ് റിക്വയർഡ് ടു പ്രിപ്പയർ 0.1 മോളാർ 250 ml ഓഫ് ഇറ്റ്സ് aqueous സൊല്യൂഷൻ. മൊളാരിറ്റിയുമായി ബന്ധപ്പെട്ട മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു മൊളാരിറ്റി അല്ലേ, വോളിയം ഓഫ് സൊല്യൂഷൻ
in milliliter. അല്ലെ, നമ്മോട് കാണാൻ പറഞ്ഞത് എന്താടാ? നമ്മോട് കാണാൻ പറഞ്ഞു given mass of solute. So given mass of solute is equal to molarity into molecular mass of solute into volume of solution milliliter divided by 1000. So molarity എത്രയാ തന്നിട്ടുണ്ട്? 0.1 മോളാർ എന്ന് പറഞ്ഞാൽ 0.1 ആണ് molarity. molecular mass of solute ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ടടാ? 2 ഹൈഡ്രജൻ. എത്ര കാർബൺ ഉണ്ട്? 2. അപ്പോൾ 24 ആണ് വരിക. O2 എത്രയാ? 64 ആണ് വരിക. സോറി, O2 എന്ന് പറഞ്ഞാൽ 32, 4 എണ്ണം വന്നാൽ 64. H2 എത്രയാടാ? 18. 18 into 2 എത്രയാണ്? 36. ഇത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 126 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ മോളിക്കുലർ മാസ് എത്രയാ? 126 അല്ലെ? ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ മില്ലിലിറ്റർ 250 തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, ഡിവൈഡഡ് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിയർലി 3.1 എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ, ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത്ര ഗ്രാം എന്താ പറയാ സൊല്യൂട്ട് ആണ്, അഥവാ ഒക്സാലിക് ആസിഡ് ആണ് നമുക്ക് ആവശ്യമുള്ളത് എന്ന് പറയാം. അടുത്തത് കാൽക്കുലേറ്റ് ദ, അപ്പൊ ഇവിടെ എന്താ നിങ്ങൾ അറിയേണ്ടത്? മോളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ നല്ല അടിപൊളിയായിട്ട് അറിയണം, വേറൊന്നും ഇല്ല ഇവിടെ. അടുത്തത് കാൽക്കുലേറ്റ് മോൾ ഫ്രാക്ഷൻ ഓഫ് ഈച്ച് കമ്പോണന്റ് ഓഫ് എ മിക്സർ. എങ്ങനെയാണ് മോൾ ഫ്രാക്ഷൻ കാണുക? മോൾ ഫ്രാക്ഷൻ കാണാൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അപ്പൊ ആദ്യം നമ്പർ ഓഫ് മോൾസ് കാണണ്ടേ? അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് N2 എത്രയാ തന്നിട്ടുള്ളത്? 56 ഗ്രാം. N2ന്റെ മോളാർ മാസ് എത്രയാ? 28. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് N2 2. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് O2 എത്രയാ? O2 96 ഗ്രാം തന്നിട്ടുള്ളത്. മോളിക്കുലർ മാസ് 32 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3. സോ മോൾ ഫ്രാക്ഷൻ ഓഫ് N2 എന്ന് പറഞ്ഞാൽ N2ന്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ 2 + 3 5 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ്. സോറി, 3 അല്ല, 0.4 ആണ്. ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് O2 എന്ന് പറഞ്ഞാൽ 3 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6 ആണ്. രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് 1 ആണ് കിട്ടുക. ഓക്കെ, സിമ്പിൾ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ മൊളാരിറ്റി ആ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് വേണം. മൊളാരിറ്റി മോൾ ഫ്രാക്ഷന്, അതേപോലെ തന്നെ ലിമിറ്റിംഗ് റിയേജന്റുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്തുള്ള പ്രാക്ടീസ് വേണം. എംപിരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുലയും തമ്മിലുള്ള പ്രോബ്ലംസും അത് എന്താണെന്നും അത് തമ്മിലുള്ള റിലേഷനൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യുക, എവിടെയാണ് നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ളത് എന്നതുപോലെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവും, നമുക്ക് അതുമായിട്ടുള്ള ബന്ധം ഉണ്ടാവണം. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനും ഡെഫിനിറ്റ് പ്രൊപ്പോർഷനും എലമെന്റും കോമ്പൗണ്ടും ഹോമോയും ഹെറ്ററോയും സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സും ഒക്കെയാണ് ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ്. അപ്പൊ ഇത് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചു പോയാൽ ഒരു സംശയമില്ല മക്കളെ, നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. നല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന മാർക്കിലേക്ക് തന്നെ ഇംപ്രൂവ്മെന്റ് കിട്ടും. ഓക്കെ, അപ്പൊ നന്നായിട്ട് വർക്ക് ചെയ്യുക. നല്ല സമയമുണ്ട് നമ്മുടെ മുന്നിൽ, അത് വേസ്റ്റ് ചെയ്യാതെ വർക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത ചാപ്റ്റർ ആയിട്ട് വീണ്ടും കാണാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.